നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട് സച്ചേട്ടാ? നല്ല ക്ഷീണമുണ്ട്. അത് ഇഞ്ചക്ഷന്റെ മരുന്നിന്റെ ഒക്കെയാ. ഇന്നലെ ഡിസ്ചാർജ് ചെയ്യാൻ നേരം ഡോക്ടർ പറഞ്ഞിരുന്നു നല്ല ക്ഷീണം കാണുമെന്നും റെസ്റ്റ് എടുക്കണമെന്നൊക്കെ. എന്നാലും വല്ലാത്തൊരു സംഭവമായി പോയി. എല്ലാവർക്കും ഇതങ്ങനെ ഒരുമിച്ച് ഫുഡ് പോയിസൺ അടിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അത് മെഡിക്കൽ റിപ്പോർട്ട് വന്നാലേ അറിയാൻ പറ്റൂ. ഈശ്വരാധീനം കൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ. ഈശ്വരാധീനം മാത്രമല്ലല്ലോ, താനും കൂടെ ഉള്ളതുകൊണ്ടാ ആർക്കൊന്നും പറ്റാഞ്ഞേ. ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും താൻ പതറിപ്പോകാതെ ധൈര്യമായിട്ട് എല്ലാരും ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? നമുക്കിടയിൽ നന്ദി പറയരുതെന്ന് മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നില്ല. എന്റെയും എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചതിന് ഒരു നന്ദി പറയാതിരിക്കാനും തോന്നുന്നില്ല. നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. ആദരം കൂടി സഹായിച്ചിട്ടാ എല്ലാം എന്നെ കൊണ്ട് സാധിച്ചത്. ഇതിനൊക്കെ അപ്പുറം ഞാനും സച്ചേട്ടനും നമ്മുടെ കുടുംബം എല്ലാം നന്ദി പറഞ്ഞ് കടപ്പെട്ടിരിക്കേണ്ടത് മറ്റൊരാളോടാ. മൈക്കിൾ. അദ്ദേഹം ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാനാവില്ലായിരുന്നു. ശരിക്കും മൈക്കിൾ ആരായിരിക്കും? ഒരു വഴിപോക്കൻ അല്ല. പിന്നീട് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി ആരാന്നും എന്താന്നും. കുറെ നല്ല ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ കഷ്ടപ്പെടുമ്പോ ഒരു വഴിപോക്കനായി വന്ന് നമ്മളെ സഹായിച്ച് എല്ലാവരെയും രക്ഷപ്പെടുത്തിയ ആള് ദൈവം. സച്ചേട്ടാ, അഖിലാണ്ടത്തിനും ഉടയവനായ വിശുദ്ധ ദൈവം. നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരായാലും സാരമില്ല. ഈ അവസരത്തിൽ പ്രാർത്ഥനയ്ക്കപ്പുറം ഒരു മരുന്നുമില്ല, ഒരു വഴിയുമില്ല. ദൈവത്തിന് മുന്നിൽ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിന് മുന്നിൽ നിന്ന് അപേക്ഷിച്ചാൽ എല്ലാവരെയും അവിടുന്ന് കാത്തോളും. പോലീസിന്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചിരുന്നു. നമ്മളെല്ലാവരും കഴിച്ച കേക്ക് തന്നെയാണ് പോയിസൺ ഉണ്ടായിരുന്നത്. അർച്ചനയെ ആതിരെ അത് കഴിക്കാത്തതുകൊണ്ടാണ് ഒന്നും പറ്റാത്തതും എല്ലാവരും രക്ഷപ്പെടുത്താനായതും. അർച്ചന കേക്ക് ഓർഡർ ചെയ്ത ബേക്കറിയിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ
അവരിത് അറിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. ഞാനും അവരോട് വിളിച്ചു ചോദിച്ചു നന്ദേട്ടാ. ഞാൻ ഓർഡർ ചെയ്ത കേക്കല്ല ശരിക്കും എല്ലാരും കഴിച്ചത്. ഇതിനിടയിൽ എന്തോ നടന്നിട്ടുണ്ട്. അതിന് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? അർച്ചന കൊണ്ടുവച്ച കേക്ക് ആരോ മാറ്റി വെച്ചിട്ട് പോയ്സണുള്ള കേക്ക് കൊണ്ടുവച്ചു. ഞാൻ ആരോ എന്ന് പറഞ്ഞെങ്കിലും അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഡോക്ടർ പറയുന്നത് അവന്തിയെടുത്ത് ഇതൊക്കെ ചെയ്തു എന്നാണോ? അല്ലാതെ ആ വീട്ടില് ഇതാര് ചെയ്യാൻ? ആ കുടുംബത്തിലെ എല്ലാവരെയും കൊല്ലാൻ നടക്കുന്ന ആളല്ലേ അവന്തിക. അപ്പൊ പിന്നെ തീർച്ചപ്പെടുത്തിക്കൂടെ? അവന്തികയാണ് ചെയ്തതെങ്കിൽ അവന്തിക അറിഞ്ഞു വെച്ചോണ്ട് ഈ കേക്ക് കഴിക്കുമോ? അനഘയെ കഴിക്കാൻ സമ്മതിക്കുമോ? അതെ ഡോക്ടർ, നന്ദേട്ടൻ പറഞ്ഞ ശരിയാ. എല്ലാവരുടെയും മുന്നിൽ വെച്ചാ ഏട്ടത്തെയും അനഘയും കഴിച്ചത്. മാത്രല്ല എല്ലാവരും പോലെ അവരും കുഴഞ്ഞു വീണു. എല്ലാവരുടെ ശരീരത്തിലുള്ള പോയിസൺ അവരുടെ ശരീരത്തിലും ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ആപത്ത് വരുന്ന രീതിയിൽ ഒന്നും ചെയ്യത്തില്ല അവന്തിക. സംഭവം വേറെന്തോ ആണ്. ഇതിനിടയിൽ എന്ത് നടന്നെന്ന് അറിഞ്ഞാലേ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പോലീസ് എന്താ പറയുന്നത്? അവര് പറഞ്ഞത് വേണയിൽ ബേക്കറി ഉടമയ്ക്കെതിരെ കേസെടുക്കാന്നാണ്. അങ്ങനെ ഒരു പ്രതിയല്ല നമുക്ക് വേണ്ടത്. ഇതാര് ചെയ്താലും അവരെയാണ് നമുക്ക് ആവശ്യം. എന്തായാലും ഞാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ കേസ് മറ്റൊരാളെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് അന്ന് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്നോട് പറഞ്ഞത്. അദ്ദേഹം മറ്റെന്തോ കേസിലാണെന്നും വരാൻ അല്പം വൈകുമെന്നും പറഞ്ഞു. ആരെയും നമുക്കിപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിർത്താനാവില്ല. അതുകൊണ്ട് കേസിന്റെ വഴിക്ക് തന്നെ പോട്ടെ. പ്രതി ആരാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം തീരുമാനിക്കാം ബാക്കി എന്താണെന്ന്. എന്നെ എൻ്റെ കുടുംബത്തെയും ഒരുമിച്ചില്ലാതാക്കാൻ ശ്രമിച്ചത് ആരാണെന്നും അതിന്റെ പിന്നിൽ എന്തുദ്ദേശമായിരുന്നെന്നും അറിയണം. അതെ നന്ദേട്ടാ, അങ്ങനെ വിടരുത്. ആരാണെന്നറിഞ്ഞ് നല്ല ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ വേണം. അതിനു പറ്റിയില്ലെങ്കിൽ നമുക്ക് തന്നെ ശിക്ഷിക്കാം. അത്രയ്ക്ക് ഞാനൊന്ന് ടെൻഷനായിപ്പോയി. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അർച്ചനെ. നെല്ലിശ്ശേരിയിലെ ജീവനെടുക്കാൻ ഒരുത്തൻ ശ്രമിച്ചുവെന്നും അതിൽ 3/4 വിജയിച്ചുവെന്നും പറയുന്നത് നന്ദൻ മരിക്കുന്നതിനും തുല്യമായ കാര്യമാണ്. എന്റെ വേണ്ടപ്പെട്ടവരുടെ സന്തോഷം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ്. കേസ് അന്വേഷണം എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഏത് വിധേനയും എനിക്കതറിയണം. ഇതുവരെ നമ്മുടെ കൺമുന്നിൽ വരാത്ത പുതിയ ശത്രുവാണോ? സന്ധ്യ പറഞ്ഞ പോലെ കൺമുന്നിൽ തന്നെയുള്ള ശത്രുവാണോ എന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.